Okay, students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു സെക്ഷനിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ കൺവേർഷൻ ആണ്. ഓക്കെ, വൺസ് അഗെയിൻ ഐ എം സന്തോഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, thank you. Watch the video. In computer science, the number conversion is very important. Computer science in the field, number conversion very important because the system must be performed on only binary form. ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അത് ബൈനറി ഫോമിൽ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. സോ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ കൺവേർഷൻ ഈസ് എസെൻഷ്യൽ ഇൻസൈഡ് ദി സിസ്റ്റം. അതുകൊണ്ട് സിസ്റ്റത്തിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ കൺവേർഷൻ എസെൻഷ്യൽ ആണ്. ഓക്കെ, ഏതുപോലുള്ള ഡെസിമൽ ടു ബൈനറി ആകാം, ഡെസിമൽ ടു ഒക്ടൽ ആവാം, ഒക്ടൽ ടു ഡെസിമൽ ആവാം, ബൈനറി ടു ഡെസിമൽ ആവാം. ഏത് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യണം, കൺവേർഷൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺവേർഷനെ കുറിച്ചാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡെസിമൽ നമ്പറിൽ രണ്ട് പോർഷൻസ് ഉണ്ടായിരിക്കാം. A decimal number may contain integer portion and fraction portion. Okay. താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ 456.67. ഓക്കെ, ഇതിൽ 456 എന്ന വാല്യൂ ഇൻറ്റിജർ പോർഷനും 0.67 പോയിന്റ് ശേഷമുള്ളത് 67 എന്ന ഡിജിറ്റ്സ് ഫ്രാക്ഷൻ പോർഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു നമ്പർ ഡെസിമൽ നമ്പർ തരികയാണെങ്കിൽ നമുക്ക് കൺവേർഷൻ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റിജർ പോർഷൻ കൺവേർട്ട് ചെയ്യണം ആൻഡ് ഫ്രാക്ഷൻ പോർഷനും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ രീതി എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് വി മസ്റ്റ് കൺവേർട്ട് ദീസ് പോർഷൻസ് ഇൻ ടു ബൈനറി ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതുകൊണ്ട് രണ്ട് പോർഷൻ ഉണ്ടായതുകൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് മറ്റ് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഒരു ഡെസിമൽ നമ്പറിൽ ഇൻറ്റിജർ പോർഷൻ ഉണ്ടായിരിക്കും, അതുപോലെ മേ ബി ഫ്രാക്ഷൻ പോർഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് പോർഷൻ രണ്ട് രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യണം, മറ്റു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം, എന്താണ് പ്രത്യേകത നോക്കാം. ഇത് ഇൻറ്റിജർ പോർഷൻ കൺവേർഷൻ. ഇൻറ്റിജർ പോർഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദി ഗിവൺ നമ്പർ ഈസ് സക്സസീവ്ലി ഡിവൈഡഡ് ബൈ ദി ബേസ് ഓഫ് നമ്പർ സിസ്റ്റം ടു ബി കൺവേർട്ടഡ്. അതായത് ഇൻറ്റിജർ പോർഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുക, കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക. ഏതുകൊണ്ട്? ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബേസ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഈ രീതിയാണ് ഇൻറ്റിജറിൽ വരുന്നത്. വൺസ് അഗൈൻ, ഇൻറ്റിജർ നമ്പർ കൺവേർഷനിൽ തന്നിരിക്കുന്ന നമ്പറിനെ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബേസ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ അല്ലെങ്കിൽ ബാലൻസ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ആ രീതിയാണ് ഇൻറ്റിജർ വരുന്നത്. എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്. ദി നമ്പർ 45 കൺവേർട്ട് ഇൻ ടു ഓൾ നമ്പർ സിസ്റ്റം. നമുക്ക് തന്നിരിക്കുന്ന 45 എന്ന നമ്പർ എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് ഇൻറ്റിജർ പോർഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡെസിമൽ ടു ബൈനറി നമുക്ക് എന്ത് ചെയ്യണം, 45നെ ബൈനറി കൺവേർട്ട് ചെയ്തുകൊണ്ട് 2 കൊണ്ട് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡെസിമൽ ടു ഒക്ടൽ 45 ഡെസിമൽ ആണ്, എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ 45 എന്ന സെയിം നമ്പറിനെ 8 കൊണ്ട് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യാം. സെയിം ആസ് ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ചെയ്യുകയാണെങ്കിൽ 45 എന്ന നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഹെക്സാഡെസിമലിൻ്റെ ബേസ് ആണ് 16. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എടുത്തിട്ട് തന്നിരിക്കുന്ന ഇൻറ്റിജർ പോർഷനെ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക, ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക. അതാണ് നമ്മൾ ഇൻറ്റിജർ സെക്ഷനിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അതേപോലെ ഫ്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഫ്രാക്ഷൻ സെക്ഷൻ എങ്ങനെ പറഞ്ഞാൽ ദി ഗിവൺ നമ്പർ ഇസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ബൈ ദി ബേസ് ഓഫ് നമ്പർ സിസ്റ്റം ടു ബി കൺവേർട്ടഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിവൈഡ് അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. multiple by the base of number system to be converted. ഏത് നമ്പറിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻറ്റിജർ പോർഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഫ്രാക്ഷൻ പോർഷൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്. 0.678 എന്ന നമ്പറിനെ എല്ലാ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 0.67 ഒരു ഡെസിമലാണ്, ആ ഡെസിമലിനെ ബൈനറി കൺവേർട്ട് ചെയ്യണം, ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ പോർഷൻ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ കൺവേർട്ട് ചെയ്തതിൻ്റെ ബേസ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് 0.678 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റു 2 നമ്മൾ കൺവേർട്ട് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ കാര്യമാണ് നമ്മൾ ബേസിക്കലായിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റിജർ കൺവേർഷൻ ആണ്. ഇൻറ്റിജറായ 25 എന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ബൈനറിയുടെ ബേസ് എടുക്കുക, എന്നിട്ട് തന്നിരിക്കുന്ന 25നെ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡർ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ രീതിയിലാണ് നമ്മൾ ഡെസിമൽ ടു ബൈനറി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 25 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 അവൈലബിൾ ആവും. ഓക്കെ, 12 ഇൻറ്റു 2 24 ആണ്. അപ്പോൾ റിമൈൻഡർ 1 ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 6 ഇൻറ്റു 2 12 ആണ്. അപ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, വീണ്ടും 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 എന്ന് അവൈലബിൾ ആവും. 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ റിമൈൻഡർ വീണ്ടും 0 ആയി. വീണ്ടും 3നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, 1 ഇൻറ്റു 2 2 ആണ്. 2 ഉം 3 നമ്മൾ ഡിഫറൻസ് 1, അതായത് റിമൈൻഡർ 1. ഓക്കെ, ഈ ഒരു സീരീസ് നമ്മൾ ഈ ഡയറക്ഷനാണ് എഴുതുന്നത്, അതായത് ബോട്ടം ടു ടോപ്പ് ഡയറക്ഷനാണ് നമ്മൾ ആ നമ്പറിന്റെ ഡിജിറ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൈനറി ഫോം അവൈലബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 25ന്റെ ബൈനറി ഫോം 11001. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 11001 എന്ന ബൈനറി നമ്പർ ആയിരിക്കും. ഓക്കെ, അടുത്ത കൺവേർഷൻ ഫ്രാക്ഷണൽ കൺവേർഷൻ ആണ്. ഡെസിമൽ നമ്പറിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് വരാം, ആ ഫ്രാക്ഷൻ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, കൺവേർട്ട് ചെയ്യാൻ നമ്പറിനെ ബൈനറിയുടെ ബേസ് എടുത്ത് കണ്ടിന്യൂസ് ആയി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. ഓക്കെ, 0.625 into 2 equal to 1.25. ഓക്കെ, ഇതിൽ നിന്ന് 1 എടുത്തു മാറ്റി റൈറ്റ് ചെയ്തു. ദെൻ ബാലൻസ് ഉള്ളത് 0.25 ആണ്. ഓക്കെ, 0.25 into 2 equal to 0.50. അതിൽ നിന്ന് 0 എടുത്തു മാറ്റി. ബാലൻസ് 0.50. then 0.50 into 2 equal to 1.00. അതിന്ന് 1 എടുത്ത് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബൈനറി ഫോം അവൈലബിൾ ആവും. ഈ ബൈനറി ഫോം നമ്മൾ റൈറ്റ് ചെയ്യേണ്ട ഓർഡർ ടോപ്പ് ടു ബോട്ടം ആണ്. ഈ ഓർഡറിലാണ് നമ്മളത് റൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.101 എന്ന രീതിയിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഡെസിമൽ ടു ഓക്ടൽ ആണ്.
ഒക്ടലിലും എന്ത് വരാം? ഇൻറ്റിജർ പോർഷൻ വരാം, ഡെസിമൽ പോർഷൻ വരാം. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പർ നിന്ന് ഒക്ടലിൽ കൺവേർട്ട് ചെയ്യുക, അത് ഇൻറ്റിജർ കൺവേർഷൻ. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് 125 ആണ്. 125 നമ്മൾ ഒക്ടലിൽ കൺവേർട്ട് ചെയ്യാൻ വെച്ചാൽ ഒക്ടലിന്റെ ബേസ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 125നെ ഏറ്റവും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് അവൈലബിൾ ആവും. ഓക്കെ, അതിന്റെ റിമൈൻഡർ 5 ആയിരിക്കും. ഓക്കെ, വീണ്ടും 15 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് അവൈലബിൾ ആവും. ഓക്കെ, അതുപോലെ ഡിഫറൻസ് 7 ആണ്, അതായത് റിമൈൻഡർ 7 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 175 എന്ന നമ്പേഴ്സ് അവൈലബിൾ ആയി. ഓക്കെ, അത് നമ്മൾ റൈറ്റ് ചെയ്യേണ്ട ഓർഡർ ഈ ഓർഡർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 175 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 125 എന്ന ഡെസിമൽ നമ്പറിന്റെ ഒക്ടൽ ഈക്വലന്റ് 175 ആണ് ഒക്ടൽ ഈക്വലന്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഡെസിമൽ ടു ഒക്ടലിലെ ഫ്രാക്ഷണൽ കൺവേർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഡെസിമൽ ടു ബൈനറിയിലെ ഫ്രാക്ഷണൽ കൺവേർഷൻ നമ്മൾ പഠിച്ചു, അതേ ഫോർമാറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ട് ചെയ്യുന്ന നമ്പർ 0.85 ഇൻറ്റു ഒക്ടൽ ആണ്. ഓക്കെ, അപ്പൊ ഒക്ടലിന്റെ ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ 0.85 ഇൻറ്റു 8 ഈക്വൽ ടു 6.8. ഓക്കെ, ഈ 6നെ നമ്മൾ എടുത്തു മാറ്റി. ഓക്കെ, ബാലൻസ് ഉള്ളത് 0.8 ആണ്. ദെൻ 0.8 ഇൻറ്റു 8 ഈക്വൽ ടു 6.4. ഈ 6.4 നിന്ന് 6 എടുത്തു മാറ്റി, ബാലൻസ് 0.4. then 0.4 into 8 equal to 3.2. ഈ 3.2 നിന്ന് 3 എടുത്തു മാറ്റി, ബാലൻസ് 2. ഓക്കെ, അതിനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഓർഡറിൽ അത് റൈറ്റ് ചെയ്യാം. 663 എന്ന ഓർഡറിൽ നമുക്ക് റൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.663 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കൺവേർഷൻ ഡെസിമൽ നമ്പർ ടു എക്സാഡെസിമൽ ആണ്. അതിൽ ഇൻഡിജർ പോർഷൻ കൺവേർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡെസിമൽ ടു എക്സാഡെസിമൽ തന്നിരിക്കുന്ന നമ്പർ 380 ആണ്. ഈ 380യുടെ എക്സാഡെസിമൽ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, 380 ഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, ഇപ്പോൾ ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 380യെ 16 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ റിമൈൻഡർ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ 380യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 23 എന്ന് അവൈലബിൾ ആയി. ഓക്കെ, 23 ഇൻറ്റു 16 ആ എമൗണ്ടും 380 തമ്മിൽ മൈനസ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു, അതായത് അതിൻ്റെ റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീണ്ടും 23യെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 1 എന്ന് അവൈലബിൾ ആവും. ഓക്കെ, ഇത് നമ്മുടെ ഡിഫറൻസ്, അതായത് റിമൈൻഡർ 7 ആണ്. അപ്പോൾ നമുക്ക് 1712 എന്നൊരു റിമൈൻഡേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഈ റിമൈൻഡേഴ്സ് നമ്മൾ ഈ ഓർഡർ റൈറ്റ് ചെയ്യാം, ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ റൈറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ 12 എന്ന നമ്പർ എക്സാഡെസിമലിൽ ഇല്ല. 12നെ റെപ്രസെന്റ് ചെയ്യുന്ന സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 17C അതായിരിക്കും 380 എന്ന ഡെസിമൽ നമ്പറിന്റെ എക്സാഡെസിമൽ ഇക്വലന്റ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കൺവേർഷൻ എനി നമ്പർ സിസ്റ്റം ഇൻടു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്.
ഏത് നമ്പേഴ്സിൽ നിന്നും നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാം. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് ബൈനറിയിൽ നിന്ന് ഡെസിമൽ ആക്കേണ്ടി വരും, ഒക്ടൽ നിന്ന് ഡെസിമൽ ആക്കേണ്ടി വരും, എക്സൽ നിന്ന് ഡെസിമലിലേക്ക് ആക്കേണ്ടി വരും. ഓക്കെ, ആ കേസിൽ എനി നമ്പർ ടു ഡെസിമൽ ആക്കാനുള്ള തിയറിയാണ് ഇനി പറയുന്നത്. അത് ചെയ്യണമെങ്കിൽ ബൈ സമ്മിങ് അപ്പ് ദി പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് വെയിറ്റ്. ഓരോ ബിറ്റിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റിൻ്റെയും വെയിറ്റ് പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം സമ്മ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എന്താ അവൈലബിൾ ആവും? ഡെസിമൽ ടു ഏത് നമ്പറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വൺസ് അഗൈൻ, ഓരോ ബിറ്റിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റിൻ്റെ വെയിറ്റ് തമ്മിലുള്ള പ്രൊഡക്റ്റ്, ഓക്കെ, അത് പരസ്പരം സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം ആക്കാം. ഓക്കെ, ഇനി വെയിറ്റ് എന്താകാം? വെയിറ്റ് ആർ സം പവർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 raised to 0, 2 raised to 1, 2 raised to 2 എന്ന രീതിയിൽ പോകുന്നു. അതുപോലെ 8ന്റെ പവർ എന്ന് പറഞ്ഞാൽ 8 raised to 0, 8 raised to 1, 8 raised to 2 എന്ന രീതിയിൽ പോകുന്നു. ഓക്കെ, അതുപോലെ വെയിറ്റ് ആർ സം പവർ ഓഫ് 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 raised to 0, 16 raised to 1 എന്ന രീതിയിൽ പവർ വാല്യൂ പോകുന്നു. ഓക്കെ, ഈ വെയിറ്റേജും ബിറ്റും തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യാം, എന്നിട്ട് സമ്മ് ഫൈൻഡ് ചെയ്യാം. കണ്ടു കഴിഞ്ഞാൽ എന്തായി? കൺവേർഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കൺവേർഷൻ ബൈനറി ടു ഡെസിമൽ ആണ്. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആ ബൈനറിയിൽ ഇൻഡിജർ പോർഷൻ ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ പോർഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻഡിജർ പോർഷൻ ആണ്, ബൈനറിയുടെ ഇൻഡിജർ പോർഷൻ കൺവേർഷൻ ആണ്. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കൺവേർട്ട് ദി നമ്പർ 11011 ഓഫ് 2 ടു ഡെസിമൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ്ലി ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ഈച്ച് ബിറ്റ്. ഓരോ ബിറ്റിൻ്റെയും വെയിറ്റേജ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ ബിറ്റിൻ്റെയും വെയിറ്റേജ് കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് 1 കിടക്കുന്നത് 2 raised to 0 ഓക്കെ, അതാണ് വെയിറ്റ്. സെക്കൻഡ് 1 കിടക്കുന്നത് 2 raised to 1 0 കിടക്കുന്നത് 2 raised to 2 1 കിടക്കുന്നത് 1 raised to 3 ലാസ്റ്റ് 1 കിടക്കുന്നത് 2 raised to 4 ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഓരോ ബിറ്റിൻ്റെയും വെയിറ്റേജ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് കാണുന്നു. ദെൻ ഫൈൻഡ് ദി സം ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെ സമ്മ് കാണാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ 1 into 2 raised to 4, 2 raised to 4 പ്ലസ് സമ്മ് കാണുന്നത്. ദെൻ നെക്സ്റ്റ് 1 into 2 raised to 3, 2 raised to 3. Then 0 into 2 raised to 2, 2 raised to 2 plus 1 into 2 raised to 1, 2 raised to 1 plus 1 into 2 raised to 0, 2 raised to 0. ഓക്കെ, ആ രീതിയിൽ നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ട് സമ്മ് കാണുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം. 1 into 2 raised to 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 into 2 into 2 into 2. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 16 ആണെന്ന്. ഓക്കെ, 16 പ്ലസ് വീണ്ടും 1 into 2 raised to 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പ്ലസ് 0 into 2 raised to 2, 4 പ്ലസ് 1 into 2 raised to 1, 2 പ്ലസ് 1 into 2 raised to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. ഓക്കെ, ഇനി നമ്മളത് സമ്മ് കാണുന്നത്. ഓക്കെ, 1 into 16, അപ്പോൾ നമുക്ക് കിട്ടി 16 പ്ലസ് 1 into 8, 8 പ്ലസ് 0 into 4, 0 പ്ലസ് 1 into 2, 2 പ്ലസ് 1 into 1, 1. ഓക്കെ, ഇനി ഇതിൻ്റെ ടോട്ടൽ ഈക്വൽ ടു 27. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈനറിയുടെ ഈക്വലൻറ്റ്, ബൈനറി തന്നിരിക്കുന്ന നമ്പർ ഈ നമ്പറാണ്, അതിൻ്റെ ഈക്വലൻറ്റ് ഈക്വൽ ടു 27. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ബൈനറി ഫ്രാക്ഷൻ കൺവേർഷൻ ആണ്. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചത്
ബൈനറി ഇൻജർ കൺവേർഷൻ ആണ്, ഇവിടെ ബൈനറി ഫ്രാക്ഷൻ കൺവേർഷൻ ആണ്. ഓക്കെ, ദി വെയിറ്റ് ഓഫ് ബിറ്റ് ഓർ ഡിജിറ്റ് ഫ്രാക്ഷൻസ് ആർ നെഗറ്റീവ് പവർ. അപ്പോൾ നമുക്ക് നെഗറ്റീവ് പവർ എടുക്കണം, ഫ്രാക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് പവർ എടുക്കണം. ഓക്കെ, 2ന്റെ നെഗറ്റീവ് പവർ വാല്യൂ 2⁻1, 2⁻2, 2⁻3 പോകുന്നു. അതുപോലെ സെയിം ആസ് 8, 8⁻1, 8⁻2 like this. 16, 16⁻1, 16⁻2 like this. ഓക്കെ, അങ്ങനെ പോകുന്നത് അതാണ് നെഗറ്റീവ് പവർ വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രാക്ഷണൽ പോയിന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് പവർ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ, കൺസിഡർ ദി നമ്പർ 0.101 ടു ഡെസിമൽ. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ ഓരോ ഡിജിറ്റിൻ്റെയും ഓരോ ബിറ്റിൻ്റെയും വെയിറ്റേജ് കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 1 2⁻1, 0 2⁻2, 1 2⁻3. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് കണ്ട് സമ്മ് കാണാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1 × 2⁻1, 2⁻1, 0 0 × 2⁻2, 2⁻2, 1 × 2⁻3, 2⁻3. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. 1 × 2⁻1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, പ്ലസ് 0 × 2⁻2 പറഞ്ഞാൽ 1/4 ആണ്, നെഗറ്റീവ് പവർ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് 1 × 2⁻3 പറഞ്ഞാൽ 1/8 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണാൻ ശ്രമിച്ചു. നെക്സ്റ്റ് നമ്മൾ 1 × 1/2 പറഞ്ഞാൽ 0.5 ആണ്. ഓക്കെ, പ്ലസ് 0 × 1/4 പറഞ്ഞാൽ 0.25 ആണ്, പ്ലസ് 1 × 1/8 എന്ന് പറഞ്ഞാൽ 0.125 ആണ്. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.625 എന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി ഫോം 0.101 അതിൻ്റെ ഡെസിമൽ ഈക്വലന്റ് 0.625 എന്ന വാല്യൂ നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത കൺവേർഷൻ ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. എന്താണെന്ന് നോക്കാം. An octal number can be converted into its decimal equivalent by summing up the product of each octal digit and its weight. അതായത് ഒക്ടൽ ഡിജിറ്റുകളും അതിൻ്റെ വെയിറ്റേജുകളുടെ പ്രൊഡക്റ്റ് തമ്മിൽ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ സാധിക്കും. വൺസ് അഗെയിൻ, ഒക്ടൽ ഡിജിറ്റുകൾ അതും അതിൻ്റെ വെയിറ്റേജുകളുടെ പ്രൊഡക്റ്റുകൾ തമ്മിൽ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് 8⁻0, 8⁻1, 8⁻2 ആ രീതിയിലാണ് വെയിറ്റേജ് വരുന്നത് അല്ലേ. ഓക്കെ, ഇനി എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 157 ഒക്ടൽ നമ്പർ ആണ്, എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വെയിറ്റേജ് ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ്ലി ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ്. ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റേജ് കണ്ടെത്തുന്നു. ഓക്കെ, അപ്പോൾ 157 1 കിടക്കുന്നത് 8⁻2 എന്ന ലൊക്കേഷനിലാണ്, പൊസിഷനിലാണ്. 5 കിടക്കുന്നത് 8⁻1 എന്ന പൊസിഷനിലാണ്. 7 കിടക്കുന്നത് 8⁻0 എന്ന പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ വെയിറ്റ് കണ്ടു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫൈൻഡ് ദി സം ഓഫ് പ്രൊഡക്റ്റിൻ്റെ സമ്മ് കാണാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 × 8⁻2. Okay, the next 5 × 8⁻1, 8⁻1. Then 7 × 8⁻0, 8⁻0. ആ രീതി നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടതിന് ശേഷം സമ്മ് കാണാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, 1 × 8⁻2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 × 8⁻2 പറഞ്ഞാൽ 8 × 8, ദാറ്റ് ഈസ് 64, പ്ലസ്
5 into 8 raised to 1 means 8 plus 7 into 8 raised to 0 I mean 1. Okay. ഇതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ സം കാണുന്നു. ഓക്കെ. അപ്പോൾ 1 into 64 പറഞ്ഞു കഴിഞ്ഞാൽ 64 പ്ലസ് 5 into 8 40 പ്ലസ് 7 into 1 7. ഓക്കെ. ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടി 111 എന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ ഇങ്ങനെ എഴുതാം. 157 എന്ന ഒക്ടലിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് 111 എന്ന വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് കൺവേർഷൻ എക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. എക്സാഡെസിമൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മൾ ഒക്ടലിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 8 പവർ വാല്യൂ പ്രൊഡക്റ്റ് ചെയ്ത് സം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എക്സാ ടു ഡെസിമൽ ആണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എക്സാഡെസിമലിൻ്റെ ബേസ് 16 ആണ്. ഓക്കെ. 16ൻ്റെ ഓരോ ഡിജിറ്റിനെയും 16ൻ്റെ പവർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ എന്ത് ചെയ്യാം, സം കാണാം. ഓക്കെ. എക്സാഡെസിമൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡെസിമൽ ഇക്വലന്റ് ബൈ സമ്മിങ് അപ്പ് ദി പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് എക്സാ ഡിജിറ്റ് ആൻഡ് ഇറ്റ്സ് വെയിറ്റ്. എക്സാ ഡിജിറ്റ് അതിൻ്റെ വെയിറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുക. അതിനെ എന്ത് ചെയ്യാം, നമ്മൾ സം കാണുന്നത്. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ 1 നോക്കാം. കൺവേർട്ട് എ ബി എക്സാഡെസിമൽ ആണ്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റേജ് കണ്ടു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എ കിടക്കുന്നത് 60 raised to 1ലാണ്, ബി കിടക്കുന്നത് 60 raised to 0ലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എക്സാഡെസിമലിൽ എ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 10 ആണ്, ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് 11 ആണ്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ. എ എന്ന ഇതിനെ റെപ്രസെൻ്റ് 10 ആണ്, ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് 11 ആണ്. ഓക്കെ. ദെൻ ഫൈൻഡ് ദി സം ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ. എ റെപ്രസെൻ്റ് ചെയ്യുന്നത് 10 ആണ്. അപ്പോൾ 10 into 10 എ 10, then 10 into 60 raised to 1 60 raised to 1 plus b represent ചെയ്യുന്നത് 11 ആണ്. അപ്പോൾ 11 into 60 raised to 0 60 raised to 0. ഓക്കെ. നമ്മൾ പുറത്ത് കാണുന്നു. then 10 into 16 plus 11 into 1, then 10 into 16 160 plus 11 into 1 11, then answer 171. ഓക്കെ. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ. ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ സെയിം മറ്റൊരു രീതിയിൽ നമുക്ക് നോക്കാം. കൺവേർട്ട് 2d5 എക്സാഡെസിമലാണ്, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പൊസിഷൻ വാല്യൂ കണ്ടു കഴിഞ്ഞു. ഓക്കെ. 5 കിടക്കുന്നത് 60 raised to 0, ഡി കിടക്കുന്നത് 60 raised to 1, 2 കിടക്കുന്നത് 60 raised to 2. ഓക്കെ. അതായത് 2യുടെ വാല്യൂ 2 തന്നെയാണ്, 5ൻ്റെ വാല്യൂ 5 തന്നെയാണ്. ഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് 13 ആണ്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 2 into 60 raised to 2 60 raised to 2. ഓക്കെ. ഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് 13 ആണ്. അപ്പോൾ നമ്മൾ 13 into 60 raised to 1 60 raised to 1 plus 5 into 60 raised to 0 60 raised to 0. ഓക്കെ. നമ്മൾ പുറത്ത് കാണാൻ ശ്രമിക്കുന്നു. 2 into 60 raised to 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 into 16 256 plus 13 into 60 raised to 1 that is 16 plus 5 into 60 raised to 0 that is 1. Okay. The next 2 into 256 512
512 plus 13 into 16, 208 plus 5 into 1, 5. Okay, equal to answer 725. 725 എന്ന ആൻസർ കിട്ടുകയാണ്. ഓക്കെ.